നമുക്കൊരു ദിവസം കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഒരു മടി തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഒരു വലിയ പൊട്ടറ്റോ സ്കിന്ന് കളഞ്ഞ് പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു കപ്പ് പുളിയില്ലാത്ത തൈര് കട്ടയൊന്നുമില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. അതിലേക്ക് വേവിച്ച് വെച്ച പൊട്ടറ്റോ ആഡ് ചെയ്യുക. തന്നെ ഒരു സവോള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പൊടികളാണ് വേണ്ടത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് ജീരകം പൊടിച്ചതാണിത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ജീരകപ്പൊടിക്ക് പകരം ഡ്രൈ മാംഗോ പൗഡറും നമുക്ക് യൂസ് ചെയ്യാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇനി ഒന്ന് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയാവും. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു വലിയ സ്പൂൺ കസൂരി മേത്തി, നമ്മളെ ഉലുവയില ഉണക്കിയതാണിത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉലുവയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളെ കറിയിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നേപ്പാളി ചുക്കൗനി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഞാനിവിടെ ഉണ്ടാക്കിയപ്പം ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത് വൈറലായ ഒരു റെസിപ്പിയും കൂടിയാണ്. മടിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. സോ ഡു ട്രൈ ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.